നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. CCTV വീട്ടിൽ വെച്ചിട്ടും കഞ്ഞിയിൽ വിഷം ചേർത്തത് ആരാണെന്ന് കണ്ടുപിടിക്കാനാകാതെ സുശീലയെ വീണ്ടും രക്ഷപ്പെടുത്തുകയാണ് ഇന്ദ്രനെ കൊണ്ട് കഥാകൃത്തും സംവിധായകനും. സുശീല എന്താണ് ആഗ്രഹിച്ചത് അത് രണ്ടും നടപ്പിലാക്കി കൊടുത്തു. അനുപമയുടെ സ്ഥാനാർത്ഥിത്വം, പ്രതിഭയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുക. ഇവ രണ്ടും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ സുശീല നടപ്പിലാക്കി. അല്ല, സുശീലയെ കൊണ്ട് നടപ്പിലാക്കി. കന്യാദാനത്തിലെ നായികയാണോ വില്ലത്തിയാണോ സുശീല എന്ന കാര്യത്തിൽ മാത്രമേ ഇനി പ്രേക്ഷകർക്ക് സംശയമുള്ളൂ. സുശീല ഗ്യാസ് ഓണാക്കിയിട്ടിട്ട് അത് അനുപമയാണ് ചെയ്തതെന്ന് സോന വിശ്വസിച്ച് അനുപമയെ എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് അന്നും അനുപമയല്ല ഇത് ചെയ്തതെന്ന് ഇതേ CCTVയിൽ കാണുമായിരുന്നു. എന്നിട്ട് അതൊന്നും തെളിയിക്കാതെ വീണ്ടും ഇന്ദ്രൻ ഒരു അഭിനേതാവായി മാറി. നിലവിൽ അനുപമയുടെ കൂടെ നിൽക്കുന്നു. തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുശീലയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. പോലീസിനോട് പറഞ്ഞാൽ മതിയല്ലോ, ഞാനിവിടെ CCTV വെച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പിന്നെ അതൊക്കെ പോലീസ് ചെയ്തുകൊള്ളും. ഇവിടെ ഇന്ദ്രൻ ഒരിക്കലും മാറിയിട്ടില്ല. ഇന്ദ്രൻ ഇപ്പോഴും സുശീല അറസ്റ്റിലാകരുതെന്നാണ്. അനുപമയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ സത്യം തെളിയിക്കാമായിരുന്നു. CCTV വെച്ച ടെക്നീഷ്യൻ ചെന്നൈക്ക് പോയിരിക്കുകയാണ്. മറ്റാരും അത് കൈകാര്യം ചെയ്യുന്നവർ ഇല്ല. സുശീല എന്ന കഥാപാത്രത്തിനു വേണ്ടി മാത്രം എഴുതുന്നൊരു കഥയായി കന്യാദാനം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി അനുപമയെ അറസ്റ്റ് ചെയ്യുമെന്ന നിലയിൽ കാര്യങ്ങൾ എത്തിക്കും. അപ്പോഴും CCTV ടെക്നീഷ്യൻ ചെന്നൈയിൽ നിന്നും വന്നിട്ടുണ്ടാകില്ല. ഒടുവിൽ കുടുംബം കലക്കാൻ നടക്കുന്ന സൈക്കോ വിനയനിൽ അഭയം പ്രാപിക്കും. അവൻ അതൊക്കെ അവൻ്റെ ഫോണിൽ കൂടി എടുക്കും. എന്നിട്ട് അവൻ അത് വെച്ച് ചിരുവിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ആയുധമാക്കും. ഇതൊക്കെയാണ് കഥ എഴുതുന്ന ആൾ ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞു. വിനയൻ പോലീസിൽ നിന്നും ഓരോന്ന് രഘുവിനെ കുറിച്ച് അറിഞ്ഞെടുത്ത് അമ്പിളിയെ കാണാനായി വരുന്നു. ഭാനുവമ്മ വിനയൻ പറയുന്നതൊന്നും കേൾക്കരുതെന്ന് അമ്പിളിയോട് പറയുന്നു. അതേസമയം തന്നെ അനന്തൻ മാഷ് അങ്ങോട്ട് വരുന്നു. രഘുവേട്ടൻ ആരെയോ സംരക്ഷിക്കുന്നുണ്ടെന്ന് വിനയൻ പറയുന്നുണ്ടെന്ന് അമ്പിളി മാഷിനോട് പറഞ്ഞു. രഘു സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്, നശിപ്പിക്കുകയല്ല എന്ന് മാഷ് പറയുന്നു. അമ്പിളിയോട് അകത്തേക്ക് പോകാനും പറയുന്നു. രഘുവിനെയും അമ്പിളിയെയും തെറ്റിക്കാനുള്ള വിനയന്റെ അടവ് ഇപ്പോൾ നടന്നില്ല. സുശീലയും പ്രതിഭയും ആശുപത്രിയിൽ നിന്ന് വരുന്നു. സോന അനുപമയെ കുറ്റക്കാരിയായി സംസാരിക്കുന്നു. CCTV ടെക്നീഷ്യൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇന്ദ്രൻ അനുപമയോട് പറയുന്നു. കഞ്ഞിയിൽ വിഷം കലർത്തിയിട്ട് വരെ അത് കണ്ടുപിടിച്ചാലും സുശീലയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യാതെ അത് ഒതുക്കി തീർക്കാനാകും ഇന്ദ്രൻ ആലോചിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ സ്ത്രീയുടെ അഹങ്കാരത്തിന് യാതൊരു മാറ്റവുമില്ല. അവരുടെ അതേ സ്വഭാവമുള്ള സോനയും അവർക്ക് കൂട്ടായി നിൽക്കുന്നു. രഘു ആമിയെയും കുഞ്ഞിനെയും കാണാനായി പോകുന്നു. നിങ്ങൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് രഘു മനസ്സിൽ പറയുന്നു.